വെൽക്കം ടു സിമ്പിൾ PSC. നമ്മുടെ ചാനലിൽ പുതിയ SCERT ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് 9ാമത്തെ ചാപ്റ്ററാണ്. തുല്യതയിലേക്ക് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. ഇതിൽ കുറച്ച് നമ്മൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള മിശ്രഭോജനങ്ങളും അതുപോലെ തന്നെ കുറച്ച് മിഷൻസുകളും ലൈഫ് മിഷൻ അങ്ങനത്തെ കുറച്ച് സർക്കാർ പരിപാടികളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വരുമാന സ്രോതസ്സുകളെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒരു കുടുംബ വരുമാന വ്യത്യാസത്തിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം, വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം അല്ലേ? പല ആൾക്കാർക്കും പല വരുമാനങ്ങളായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക. കാരണം എന്താണ്? പല വരുമാന സ്രോതസ്സുകളായിരിക്കും അവരെ ആശ്രയിച്ചിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഓരോ തൊഴിലും പല വരുമാനങ്ങളാണല്ലോ. അപ്പോൾ അതങ്ങനത്തെ ചെറിയ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തൊഴിലിൽ നിന്നുള്ള വരുമാനത്തിൻ്റെ വ്യത്യാസം ഇവിടെ നമുക്ക് കുറച്ച് പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ? ഒരു കൃഷിയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന അതേ വരുമാനമായിരിക്കുമോ നമ്മൾ ടീച്ചറാകുമ്പോൾ കിട്ടുന്നത് അല്ല അല്ലേ? അപ്പോൾ അതാണ് പറയുന്നത് വരുമാനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. വരുമാന സ്രോതസ്സുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമാണ്. ബാങ്ക് നിക്ഷേപം, ഓഹരി നിക്ഷേപം, ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ്. വരുമാന സ്രോതസ്സിലുള്ള വ്യത്യാസമനുസരിച്ച് വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും. ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു. എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പല അവസരങ്ങളിലും നിറവേറ്റാൻ സാധിക്കാതെ വരുന്നു അല്ലേ? നമുക്ക് പല വരുമാനം ഇപ്പോൾ ചെറിയ വരുമാനമാണെന്നുണ്ടെങ്കിൽ പല ആവശ്യങ്ങളും നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് പറ്റില്ല. എന്നാൽ എന്താണ് പറയുന്നത്? ഉയർന്ന വരുമാനമാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കില്ലേ? വരുമാനത്തിൻ്റെ ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ കുടുംബങ്ങളെ 3ആയിട്ട് തരംതിരിക്കാം. ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ, ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ അല്ലേ? ഉയർന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ഇടത്തരം വരുമാനമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം, താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങൾ ഉണ്ടായിരിക്കാം. തൊഴിലിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു അല്ലേ? സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം ഉണ്ടാകുന്നത്. അപ്പോൾ തൊഴിലിലും വരുമാനത്തിലും ഇവിടെ എന്തുണ്ടായിരിക്കും? അസമത്വം ഉണ്ട് അല്ലേ? തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. അപ്പോൾ തൊഴിലിലും വരുമാനത്തിലും അസമത്വം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തിനാണ് കാരണമാകുന്നത്? സമൂഹത്തിൽ സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. എന്തിന് കാരണമാകുന്നത്? സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു. ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അസമത്വം അല്ലേ? സമമായിട്ട് വിതരണം ചെയ്യാണ്ടാവുമ്പോഴാണ് അവിടെ എന്ത് സംഭവിക്കുന്നത്? അസമത്വം ഉണ്ടാകുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത്? ഇതിൽ നിന്ന് നമുക്ക് എന്ന് മനസ്സിലാക്കാം എന്താണ് സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത്? സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത്, വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു അല്ലേ? സമമായിട്ട് വിതരണം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിലാണ് അവിടെ നിന്ന് നടക്കുന്നത് സാമ്പത്തിക അസമത്വം ഉണ്ടാകുന്നത്. അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്യതയിലെ അസമത്വത്തിലേക്ക് നയിക്കുന്നു. വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? സാമ്പത്തികമായിട്ടുള്ള അസമത്വം എന്ന് പറയുന്നത് പലപ്പോഴും അവസരങ്ങൾ, വിദ്യാഭ്യാസം, തൊഴിൽ, ആരോഗ്യ സംരക്ഷണം, രാഷ്ട്രീയ അധികാരം അങ്ങനെ പല വിഭാഗങ്ങളുണ്ട് അല്ലേ? അതിലേക്കുള്ള അസമത്വത്തിലേക്ക് നയിക്കും. അതുപോലെ തന്നെ വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള കുറേ പരിപാടികൾ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സർക്കാർ ശ്രമിക്കുന്നുണ്ട് അല്ലേ? ഈ അസമത്വം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തുല്യതയിലൂടെ പോകുന്നതിന് വേണ്ടിയിട്ട് കുറേ പരിപാടികൾ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. ഇനി സാമ്പത്തിക അസമത്വം മാത്രമാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് അല്ല അല്ലേ? നമുക്ക് പല അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് സംഘടനകൾ എന്തുട്ടാണെന്ന് നമുക്ക് നോക്കാം. മിശ്രഭോജനം ആരുടെയായിരുന്നു? മിശ്രഭോജനം എന്ന് പറയുന്നത് ആരുടെയാണ്? ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അനിവാര്യമായ ആഹാരത്തിന് വേണ്ടിയിട്ടില്ലേ? ആഹാരം കഴിക്കുന്ന കാര്യത്തിലുള്ള വിവേചനം മാറ്റുന്നതിന് വേണ്ടിയിട്ട് 19ാം നൂറ്റാണ്ടിൽ തന്നെ പല സമരങ്ങളും നടക്കുന്നുണ്ടായിരുന്നു. ഇതിലെ പ്രധാനപ്പെട്ട സമരങ്ങൾ ഏതാണ്? സമത്വ സമാജം എന്ന് പറയുന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്? വൈകുണ്ഠ സ്വാമികളാണ് അല്ലേ? സമത്വ സമാജം എന്ന് പറയുന്നത് വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ നടന്ന സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന
സമപന്തി ഭോജനം. അപ്പോൾ സമത്വ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ എന്താണ് നടക്കുന്നത്? സമപന്തി ഭോജനം നടന്നിട്ടുണ്ടായിരുന്നു. നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ പത്രത്തിന് പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്ര ഭോജനം എന്ന് പറയുന്നത്. ഇത് കാരണം അദ്ദേഹത്തിന് കൊടിയ മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു. വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്, സഹോദരൻ പത്രത്തിൻ്റെ സ്ഥാപകരായിരുന്നു കെ അയ്യപ്പൻ അല്ലേ, കെ അയ്യപ്പൻ, സഹോദരൻ കെ അയ്യപ്പൻ അല്ലേ, സഹോദരൻ കെ അയ്യപ്പൻ്റെ എന്തായിരുന്നു മിശ്രഭോജനം. അപ്പം മിശ്രഭോജനം ആരുടെയാണെന്ന് പറഞ്ഞു, സഹോദരൻ കെ അയ്യപ്പൻ്റെയാണ്, സഹോദരൻ അയ്യപ്പൻ്റെയാണ് എന്ത് പറയുന്നത്, മിശ്രഭോജനം എന്ന് പറയുന്നത്. ഇനി വൈകുണ്ഠസ്വാമികൾ നമ്മൾ എന്താ പറഞ്ഞത്, സമപന്തി ഭോജനം, സമത്വ സമാജം എന്നിവയൊക്കെ വൈകുണ്ഠസ്വാമികളുടെയാണ്. സഹോദരൻ കെ അയ്യപ്പൻ്റെയാണ് എന്തെന്ന് പറയുന്നത്, മിശ്ര ഭോജനം എന്ന് പറയുന്നത്. സഹോദരൻ പത്രത്തിൻ്റെ സ്ഥാപകനാരാണ്, സഹോദരൻ അയ്യപ്പനാണ് അല്ലേ. അപ്പോൾ എന്നാണ് 1917 മെയ് 29 എറണാകുളം ജില്ലയിലെ ചെറായിലാണ് ഇന്ന് നടക്കുന്നത്, മിശ്ര ഭോജനം നടക്കുന്നത്. 1917 മെയ് 29 നടക്കുന്നത്. ഇനി എന്താണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത്? വസ്ത്രധാരണ അവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ 19ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം എന്ന് പറയുന്നത് അല്ലേ. മേൽമുണ്ട് സമരം നടക്കുന്നത് 19ാം നൂറ്റാണ്ടിലാണ്. ആരാണ് നടത്തിയത്? തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ദീർഘകാലത്തെ സമരത്തിനു ശേഷം ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തിയെങ്കിലും ജാത്യാചാരത്തിൻ്റെ പേരിൽ പിന്നീട് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല. അപ്പം അന്നെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇഷ്ടപ്പെട്ട പല ഡ്രസ്സുകളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. എന്നാൽ പണ്ടെന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഡ്രസ്സ് ഉപയോഗിക്കാനായിട്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മേൽമുണ്ട് സമരം നടത്തിയിട്ടുണ്ടായിരുന്നത് പല സ്ത്രീകളും കൂടിയിട്ട്. എന്നാൽ തുടക്കത്തിലൊക്കെ നല്ല വിജയകരമായിട്ട് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നടന്നില്ല അല്ലേ. ഇനി എന്താണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന് പറയുന്നത്? അത് കൂടുതലും കേട്ടിട്ടുണ്ടായിരിക്കില്ല അല്ലേ. ഈ മേൽമുണ്ട് സമരങ്ങളും അതുപോലെ തന്നെ മിശ്രഭോജനവും സമത്വ സമാജവും ഒക്കെ നമ്മൾ കൂടുതലായിട്ട് ഇങ്ങനെ കുറേ കണ്ട ക്വസ്റ്റ്യൻസ് ആണ്. എന്നാൽ അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന് പറയുന്നത് എന്താണ്? ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായിട്ട് നൽകിയിരുന്നു. അപ്പോൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം വിദ്യാർത്ഥികൾക്കും 4ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായിട്ട് നൽകിയിരുന്നു. എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾക്ക് പ്രവേശനം നൽകിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് ഊരുട്ടമ്പലം സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ അയ്യങ്കാളി ആവശ്യപ്പെട്ടത്. പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു. കത്തിക്കരിഞ്ഞ ബെഞ്ചിൻ്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആ സ്കൂളിനാണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്ന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, ആദ്യം തന്നെ തിരുവിതാംകൂർ സർക്കാർ എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്ത് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു, 2 പേർക്കും മേൽജാതിക്കാരും കീഴ്ജാതിക്കാരും എന്നില്ലാതെ തന്നെ സ്കൂളിൽ വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് പാലിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു അയ്യങ്കാളി എന്ന് പറയുന്നത് പഞ്ചമി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കൈ പിടിച്ചിട്ട് ആ സ്കൂളിലേക്ക് പോവുകയാണ്. എന്നിട്ട് പറയുകയാണ് ഈ കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകണമെന്ന്. അപ്പോൾ അവരെന്ത് പറഞ്ഞു, സമ്മതിച്ചല്ലേ, അവർക്ക് വേറെ എന്തായാലും ഒരു ഉത്തരവുണ്ട് അങ്ങനെ ചെയ്യാമെന്നുള്ളത്. അങ്ങനെ പോയെങ്കിലും അന്ന് രാത്രി എന്താണ് ചെയ്യാന്ന്, മേൽജാതിക്കാർ എന്ന് പറയുന്ന ആൾക്കാർ എന്ത് ചെയ്തു, ആ സ്കൂളിന് തീയിടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അവശേഷിപ്പുകളൊക്കെ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിന് പേര് നൽകിയിട്ടുള്ളതാണ് എന്ന് പറയുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം എന്ന് പേര് നൽകിയിട്ടുള്ളത്. സാമൂഹികമായി എല്ലാ ജനവിഭാഗങ്ങളും തുല്യരല്ലാത്ത അവസ്ഥയാണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്. പദവി, അവകാശങ്ങൾ, അവസരങ്ങൾ എന്നിവയിൽ തുല്യമല്ലാത്ത അവസ്ഥ സാമൂഹിക അസമത്വം സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്? നമുക്ക് എന്തൊക്കെ മനസ്സിലായി? സാമ്പത്തിക അസമത്വം എന്താണെന്ന് മനസ്സിലായി അല്ലേ. ഇനി എന്താണ് സാമൂഹിക അസമത്വം എന്ന് പറയുന്നത്? സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ, അവസരങ്ങൾ, പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, അവസരങ്ങൾ, വിഭവങ്ങൾ, പദവികൾ എന്നിവയിൽ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. വരുമാനത്തിലെ അസമത്വം, സമ്പത്തിലെ അസമത്വം, വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ, വംശം, ജാതി, ലിംഗപദവി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങളിൽ സാമൂഹിക അസമത്വം പ്രകടമാകുന്നുണ്ട്. അപ്പോൾ എവിടേക്കാണ് സാമൂഹിക അസമത്വം പ്രകടമാകുന്നത്? വിദ്യാഭ്യാസത്തിൽ, ആരോഗ്യ പരിപാലനത്തിൽ, സമ്പത്തിൽ, വരുമാനത്തിൽ, വംശം,
ജാതി, ലിംഗപദവി, അതുപോലെ തന്നെ രാഷ്ട്രീയ സാമൂഹിക സ്ഥാപനങ്ങളിൽ അവിടെയൊക്കെ എന്ത് നടക്കുന്നുണ്ട്? അസമത്വം നടക്കുന്നുണ്ട്. സാമൂഹിക അസമത്വത്തെ ഉന്മൂലനം ചെയ്യുന്നതിനായിട്ട് സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത, നീതി, തുല്യ അവസരങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടുള്ള നയങ്ങൾ സർക്കാർ രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ എന്തോ രൂപീകരിക്കുന്നുണ്ട്? പല സംഘടനകളും രൂപീകരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് സർക്കാർ സംഘടിപ്പിക്കുന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് എന്തൊക്കെയെന്ന് മനസ്സിലായി. സാമ്പത്തിക അസമത്വം നമ്മൾ പറഞ്ഞു അല്ലേ. സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത് വരുമാനത്തിലെ സാമ്പത്തികമാണല്ലോ. അപ്പോൾ വരുമാനത്തിലെ വ്യത്യാസം, തൊഴിലില്ലായ്മ, വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്, കൂലി, ശമ്പളത്തിലെ വ്യത്യാസം എന്നിവയൊക്കെയാണ്. ഇനി എന്താണ് വിദ്യാഭ്യാസ അസമത്വം എന്ന് പറയുന്നത്? ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം, പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ. ഇനി സാമൂഹിക ഘടനകൾക്കുള്ളിലെ അസമത്വം ഇതാണ്. ജാതി, മതം, അതുപോലെ തന്നെ വംശം, ലിംഗപദവി, ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം, സാമൂഹിക വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം എന്നിവയൊക്കെയാണ് ഈ സംഘടനകൾക്കുള്ളിലുള്ളത്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അസമാനതകൾ ഇതാണ്. ഗ്രാമനഗര വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണല്ലേ ഒരു അസമത്വം തന്നെയാണ്. വിഭവങ്ങളുടെ ലഭ്യതക്കുറവ്. ചരിത്രപരമായ ഘടകങ്ങളെന്നോ കോളനിവൽക്കരണം, അടിമത്തം, അടിച്ചമർത്തലുകൾ എന്നിവയൊക്കെ ചരിത്രപരമായിട്ടുണ്ടായിരുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് സാമൂഹിക അസമത്വത്തിനുള്ള കാരണങ്ങൾ. സാമ്പത്തിക അസമത്വം, വിദ്യാഭ്യാസ അസമത്വം, സാമൂഹിക ഘടനകൾക്കിടയിലുള്ള അസമത്വം, ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ, അതുപോലെ തന്നെ ചരിത്രപരമായ ഘടകങ്ങളൊക്കെയും സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് സാമൂഹിക പുരോഗതി സാധ്യമാകുന്നത്. അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട്. സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിനായിട്ട് പല നയപരിഷ്കരണങ്ങൾ ആവശ്യമാണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരംഭങ്ങൾ, സാമൂഹിക നീതിക്കും തുല്യാവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികളൊക്കെ സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. പല പദ്ധതികളും സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നതെന്നാണ് ഇനി പറയുന്നത്. സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ ഇടപെടലുകൾ എന്തൊക്കെയാണ്? അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു. ഭക്ഷണം, പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യ സുരക്ഷ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ എല്ലാ വിഭാഗ ജനങ്ങൾക്കും ലഭ്യമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് അല്ലേ. ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. എന്താണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്? സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളാണ് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷനുകൾ എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതിയാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. മുതിർന്ന പൗരർ, ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവരാണ് ക്ഷേമ പെൻഷനുകളുടെ പ്രധാന ഗുണഭോക്താക്കൾ. അപ്പോൾ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ആർക്കൊക്കെ ലഭിക്കുന്നുണ്ട്? മുതിർന്ന പൗരർക്ക് ലഭിക്കുന്നുണ്ട്. ഭിന്നശേഷിക്കാർ, വിധവകൾ, 50 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകൾ, കർഷക തൊഴിലാളികൾ മുതലായവർക്കാണ് ലഭിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്കറിയാമല്ലേ? കർഷക തൊഴിലാളി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ എന്ന് പറയുന്ന പല പെൻഷൻസും സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇനി സ്കോളർഷിപ്പുകൾ? എന്താണ് വിദ്യാഭ്യാസത്തിൽ നടക്കുന്നത്? വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ട് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഇതാണ്, സ്കോളർഷിപ്പുകളാണ്. വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ. പ്രീമെട്രിക് സ്കോളർഷിപ്പൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ. ഇനി പൊതുവിതരണ കേന്ദ്രം, മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ എന്നിവയ്ക്കൊക്കെ നമുക്ക് തുല്യമായിട്ടുള്ള നല്ല ചെറിയ റേറ്റിലൊക്കെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതെന്ന് പറയുന്നതും വിലക്കുറവ് ലഭിക്കുന്ന സംവിധാനങ്ങളാണ്. സർക്കാർ നൽകുന്ന സബ്സിഡിയോടെ ഈ കേന്ദ്രങ്ങളിൽ നിന്നും വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കും. അപ്പോൾ എന്താണ് സബ്സിഡി എന്ന് പറയുന്നത്? സബ്സിഡി എന്ന് വെച്ചാൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് സബ്സിഡി. നേരിട്ടോ അല്ലാതെയോ സബ്സിഡി നൽകാം. പണമായി നൽകുന്ന പിന്തുണയ്ക്ക് നേരിട്ടുള്ള സബ്സിഡി സൂചിപ്പിക്കുന്നു. പണമായിട്ട് നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയാണ് സൂചിപ്പിക്കുന്നത്. പണമായിട്ട് നൽകുകയാണെന്നുണ്ടെങ്കിൽ അതിനെന്ന് പറയും നേരിട്ടുള്ള സബ്സിഡി എന്ന് പറയും. എന്നാൽ നമുക്കിപ്പോൾ നൽകുന്ന ഇങ്ങനെയാണ്, പണമായിട്ടില്ല അല്ലേ, നമുക്ക് സാധനങ്ങളായിട്ടാണ് നൽകുന്നത്. ഇവിടെ നിന്നൊക്കെ മാവേലി സ്റ്റോറിൽ നിന്നും, പൊതുവിതരണ കേന്ദ്ര റേഷൻ കടയിൽ നിന്നും, നിധി സ്റ്റോറിൽ നിന്നൊക്കെ. ഇനി പണമായി നൽകുന്നു എന്ന് പറഞ്ഞു. നികുതി നിരക്ക് കുറയ്ക്കുക, വായ്പകൾക്ക് കുറഞ്ഞ പലിശ ഈടാക്കുക എന്നിവ പരോക്ഷ സബ്സിഡിയിലാണ് പെടുന്നത്. അപ്പോൾ പരോക്ഷ സബ്സിഡി എന്ന് പറയുന്നത് എന്താണ്? നികുതി നിരക്ക് കുറയ്ക്കുക, അതുപോലെ തന്നെ വായ്പകൾക്ക് കുറഞ്ഞ പലിശ നൽകുക എന്നിവയൊക്കെ പരോക്ഷ സബ്സിഡിയാണ്. ദാരിദ്ര്യ ലഘൂകരണത്തിനും സാമൂഹിക അസമത്വം കുറയ്ക്കുന്നതിനുമായിട്ട് നിരവധി പദ്ധതികളും പരിപാടികളും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നടപ്പിലാക്കി വരുന്നുണ്ട്.
അതിൽ നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏതാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി? ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിൻ്റെ ഗുണഭോക്താക്കൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണെന്ത്? അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന് പറയുന്നതാണ് എന്ത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം എത്ര ദിനങ്ങളാണ് കൊടുക്കുന്നത്? 100 ദിവസം അല്ലേ? 100 ദിവസമാണ് കൊടുക്കുന്നത്. 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്കാണ് ഇത് ലഭിക്കുന്നത്. ഇനി എന്താണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്? ലൈഫ് മിഷൻ എന്ന് വെച്ചാൽ എന്താണ് ലൈഫ് മിഷൻ? കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും, ഭൂരഹിത ഭവനരഹിതർക്കും, ഭവനം പൂർത്തിയാക്കാത്തവർക്കും, നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കും സുരക്ഷിതവും മാന്യവുമായ പാർപ്പിട സംവിധാനം ഒരുക്കി നൽകുന്നതാണ് ലക്ഷ്യം. കേരള സർക്കാരുകൾ ആവിഷ്കരിച്ച നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അല്ലേ? അപ്പോൾ നമുക്കറിയാലോ ലൈഫ് മിഷൻ എന്ന് പറയുന്നത് വീട് വെച്ച് കൊടുക്കുന്നതിനാണെന്ന് പറയുന്നത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത്. ഇനി തീരമൈത്രി എന്താണ്? തീരമൈത്രി പേരിൽ എണ്ണുണ്ട് അല്ലേ? മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കിയിട്ട് സംരംഭകരാക്കി സമൂഹത്തിൽ ഇപ്പോൾ മൈത്രി എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ പേരാണല്ലോ, അപ്പോൾ അങ്ങനെ പഠിച്ചു വയ്ക്കാം. തീരം എന്ന് വെച്ചാൽ എന്താണ്? മത്സ്യത്തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടാണ്. മത്സ്യത്തൊഴിലാളി സമൂഹത്തിലെ കുടുംബങ്ങളിലെ വനിതകളെ സംരംഭകരാക്കി സമൂഹത്തിനെ മുഖ്യധാരയിൽ എത്തിക്കുന്നതിനായിട്ട് ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കി വരുന്നു. കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമ്പത്തിക ശാക്തീകരണം ഉറപ്പുവരുത്തുന്നതിന് സാധിക്കും അല്ലേ? മത്സ്യത്തൊഴിലാളി വനിതകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് തീരമൈത്രി എന്ന് പറയുന്നത്. ഇനി കൈവല്യ എന്ന് പറയുമ്പോൾ എന്താണ്? കൈവല്യ എന്ന് പറയുമ്പോൾ തന്നെ കൈക്ക് എന്താ? വൈകല്യമാണ് അല്ലേ? കൈവല്യ എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ? ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അവസര തുല്യത, സാമൂഹിക ഉൾച്ചേർക്കൽ. ഇനി എന്താണ് വിദ്യാവാഹിനി എന്ന് പറയുന്നത്? ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി അല്ലേ? വിദ്യാവാഹിനിയിൽ പേരുണ്ടല്ലോ അല്ലേ? വിദ്യ എന്ന് പറയുമ്പോൾ എന്താണ്? പഠിക്കുന്നതിന് വേണ്ടി, സ്കൂളിൽ പോകുന്നതിന് വേണ്ടിയാണ്. വാഹനം എന്ന് വെച്ചിട്ട് വാഹനത്തിൽ പോവാണ് അല്ലേ? അപ്പോൾ ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാൻ വാഹന സൗകര്യമൊരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി. കുട്ടികൾക്ക് യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞുപോക്ക് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പദ്ധതികളാണ് പറഞ്ഞത്? മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പറഞ്ഞു, അത് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയാണ്. ലൈഫ് മിഷൻ എന്ന് പറയുന്നത് വീട് വെച്ച് കൊടുക്കുന്നു. തീരമൈത്രി എന്ന് വെച്ചാൽ എന്താണ്? വനിതകൾക്ക് വേണ്ടിയിട്ട് അല്ലേ? മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളിലെ വനിതകൾക്ക് വേണ്ടി. കൈവല്യം എന്ന് വെച്ചാൽ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി. വിദ്യാവാഹിനി എന്ന് വെച്ചാൽ എന്താണ്? സ്കൂളിൽ പോകുന്ന പിള്ളേർക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് അല്ലേ? യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇനി എന്താണ് ജനനീ ജന്മരക്ഷ എന്ന് പറയുന്നത്? ജനനീ ജന്മരക്ഷ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടി നടപ്പിലാക്കിയതാണ് ജനനീ ജന്മരക്ഷ അല്ലേ? ജനനീ ജന്മരക്ഷ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കി പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാരാണെന്നുള്ളത് അല്ലേ? അതുപോലെ തന്നെ ഗർഭിണികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പോഷകാഹാരം ലഭ്യമാക്കുന്ന ഏത് സ്ഥലത്താണ്? ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് കണ്ട. ഇനി എന്താണ് പ്രതിഭാതീരം? അതിലുണ്ടല്ലോ ഒരു തീരം എന്ന് പറയുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ? തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട്, പ്രതിഭ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ. അപ്പോൾ വിദ്യാഭ്യാസ പുരോഗതിക്കായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇനി ഗോത്രബന്ധു എന്ന് വെച്ചാൽ എന്താണ്? ഗോത്രബന്ധു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക, കൊഴിഞ്ഞു പോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് വേണ്ടി ഗോത്രഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്രവിഭാഗക്കാരെ പ്രൈമറി സ്കൂളുകളിൽ അധ്യാപകരെ നിയമിക്കുന്ന കേരള സർക്കാർ പദ്ധതിയാണ് എന്ന് പറയുന്നത് ഗോത്ര ബന്ധു എന്ന് പറയുന്നത്. അപ്പോൾ 3 പദ്ധതികൾ പറഞ്ഞല്ലോ: ജനനീ ജന്മരക്ഷ, പ്രതിഭാതീരം, ഗോത്രബന്ധു. അപ്പോൾ ഇത്രയും പദ്ധതികളാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നന്നായിട്ട് പഠിക്കുക. അപ്പം ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതെന്ന് പറയുന്നത്. ഒരു പെട്ടി നൽകിയിട്ടുണ്ടല്ലോ, ഇതൊന്നും നോക്കി നോക്കുക കേട്ടോ. ഇത് നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടിയിട്ട് പറയുന്ന ഒരു പെട്ടിയാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിനൊരു ബോക്സ് ഒന്ന് ഫില്ല് ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികമായ ഘടകങ്ങളാണ് സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നതിന് പറഞ്ഞു. അതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പല പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു എന്ന് പറഞ്ഞു. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കഴിയാം കേട്ടോ. നമ്മുടെ ഈ ചാനൽ ഇഷ്ടമാണ്, നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.